അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നത്? ഇന്ത്യയുടെ നിഷ്പക്ഷത ഒരു നിലപാട് തന്നെയാണോ? രാഷ്ട്രീയ വിമർശകരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ താളത്തിനൊത്തു തുള്ളാൻ ഒരു ഭരണകൂടത്തിന് എപ്പോഴും സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനതയുടെ സുരക്ഷയും ആ രാജ്യത്തിൻ്റെ ഭദ്രതയുമാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഇസ്രായേലിൽ 50,000-ൽ അധികം ഇന്ത്യക്കാർ ആണ് ജോലി ചെയ്യുന്നത്. അതിൽ ഏറെയും മലയാളികളാണ്. അറബ് മേഖലയിൽ 1 കോടിയിൽ താഴെയാണ് ഇന്ത്യക്കാരുടെ എണ്ണം. അതിലും ഏറെയും മലയാളികളാണ്. അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിലച്ചതോടുകൂടി ഇന്ത്യ വലിയ ആശങ്കയിലാണ്. ഇന്ത്യയിൽ എണ്ണവില കൂടുമോ? എണ്ണവില വർദ്ധിച്ചാൽ ചരക്ക് നീക്കത്തിന് ചെലവേറും. അങ്ങനെ ചെലവേറിയാൽ അത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ നിത്യോപയോഗ സാധനങ്ങളുടേത് അടക്കം വലിയ വിലവർദ്ധനവിന് വഴിയൊരുക്കും. അങ്ങനെ വില വർദ്ധിച്ചാൽ ആർക്കാണത് തിരിച്ചടി? സംശയം വേണ്ട, സാധാരണക്കാർക്ക് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം ഏകദേശം 25 ദിവസത്തേക്കുള്ളത് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ശേഖരവും പരിമിതമാണ്. എന്നാൽ ഈ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായവുമായി എത്തുകയാണ് റഷ്യ. ഇന്ത്യയിലേക്ക് 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് റഷ്യ. അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിട്ടും സ്വന്തം ഊർജ്ജ സുരക്ഷ മുൻനിർത്തി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഖത്തറിൽ നിന്നുള്ള ദ്രാവക പ്രകൃതിവാതകത്തിൻ്റെ വിതരണം നിലച്ച സാഹചര്യത്തിൽ ഗ്യാസ് വിതരണത്തിലും സഹകരിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ആഴ്ചകളിൽ റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് എത്തുന്നതോടെ ഇന്ധനക്ഷാമത്തിന് വലിയ ആശ്വാസമുണ്ടാകും എന്നാണ് വിവരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറുന്ന ലോകക്രമത്തിൽ വലിയ സാമ്പത്തിക ശക്തിയായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുതിപ്പിന് തിരിച്ചടിയാകുന്ന ഏതൊരു തീരുമാനത്തിൽ നിന്നും മാറി നിൽക്കുക എന്നത് തന്നെയാണ് ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ട നിലപാട്. ന്യൂസ് ഡെസ്ക് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.